നമസ്തേ. മനുഷ്യ ശരീരത്തിൽ ഊർജപ്രവാഹത്തെ നിയന്ത്രിക്കുന്ന അതിശക്തമായ കേന്ദ്രങ്ങളുണ്ട്. ഈ ഊർജം സന്തുലിതമായ പ്രവാഹത്തിന് മനസ്സിനും ശരീരത്തിനും സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സാർ. നമ്മൾ ഈ മനുഷ്യ ശരീരമെന്ന് പറയുന്നത് തന്നെ ഒരു ഊർജത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഊർജം തരുന്ന പല അവയവങ്ങളിലും പല ഭാഗങ്ങളുണ്ട്. അപ്പം അതിനെ ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ഈ 7 ചക്രങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മുടെ അടുത്ത് ഇപ്പം ചോദിക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ എന്ന് പ്രേക്ഷകർ നമ്മുടെ അടുത്ത്. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ 7 ചക്ര ബാൻഡ്സുകൾ ധാരാളമായിട്ട് ഉള്ളത് കൊണ്ട് ചെയ്യുന്നത്. അത് ഒരു വലിയ ഡീപ്പ് സബ്ജക്റ്റാണ്. നമുക്ക് ഓരോ ചക്രത്തെ കുറിച്ചും നമ്മളൊരു 2 എപ്പിസോഡ് പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അതെ അപ്പോൾ നമ്മൾ ടച്ച് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. 7 ചക്രാസ് എന്ന് പറയുന്നത് 7 സെൻറ്റേഴ്സ് ഓഫ് എനർജി എന്നാണ് പറയാം. അതായത് ഊർജ കേന്ദ്രങ്ങൾ, മനുഷ്യ ശരീരത്തിലുള്ള ഊർജ കേന്ദ്രങ്ങളാണ്. ശരീരത്തിൻ്റെ പ്രത്യേക ഭാഗങ്ങളെ ഊർജപ്പെടുത്തി മനുഷ്യ ശരീരത്തിനെ ഊർജപ്പെടുത്തുന്ന അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഈ 7 ചക്രാസ്. സുഷുമ്നാ നാഡിയിൽ നിന്ന് ആരംഭിച്ചിട്ട് നമ്മുടെ ശിരസ് അറ്റം വരെ ചെന്ന് നിൽക്കുന്ന 7 ചക്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണല്ലേ. പിന്നെ മനുഷ്യൻ്റെ ഊർജ കേന്ദ്രം, ഊർജം തരുന്ന, അതായത് 7 ചക്രങ്ങൾ എന്ന് പറയുമ്പോഴത്തെ നമ്മൾ റൂട്ട് ചക്ര മുതൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, അങ്ങനെ 7 ചക്രങ്ങൾ. അപ്പോൾ അത് ശരിക്കും അത് റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ മൂലാധാരം എന്ന് പറയുന്നത് പേര് പോലെ തന്നെ റൂട്ടാണ്. അത് നമ്മുടെ മനുഷ്യൻ്റെ ശരീരവും മനസ്സും ആത്മാവും ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തുന്ന ചക്രമാണ്. അതായത് ഈ ചക്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോ ശരീരഭാഗങ്ങളായിട്ടല്ല, അത് എനർജി കേന്ദ്രങ്ങൾ. അതൊരു വിഷ്വൽ പോലത്തെ ഒരു സംഗതിയാണ്. അത് ആ സുഷുമ്നാ നാഡി, പിംഗള നാഡികളിൽ നിന്ന്, ഇടനാഡി കൺട്രോൾ ചെയ്യുന്നത് ചന്ദ്രനും പിംഗളനാഡി സൂര്യനും ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ നട്ടലിൻ്റെ അടിഭാഗത്തു നിന്ന് ഉള്ള ഒരു ഊർജ കേന്ദ്രം അത്. നമ്മൾ ഈ കുണ്ഡലിനി ശക്തി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതിനകത്തുനിന്ന് ആ ഒരു സർപ്പൻസ് നേച്ചറിലാണത് നിൽക്കുന്നത്. അത് നമ്മൾ യോഗ പ്രാണായാമങ്ങൾ ഒക്കെ കൊണ്ടിട്ടാണത് നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ഋഷീശ്വരന്മാർ ചെയ്തിരുന്ന ഒരു ക്രിയകളാണ്. ഇപ്പം ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ട്. ബ്രീത്തിങ് കൊണ്ടാണത് കൂടുതലായിട്ട് കൊണ്ടാണത് വരുന്നത്. അപ്പോൾ ഇതിന് ഈ ചക്രങ്ങൾക്കെല്ലാം ഒരു നിറമുണ്ട്. ഓരോ ചക്രങ്ങൾക്കും ഓരോ പ്രത്യേകമായിട്ടുള്ള നിറങ്ങളുണ്ട്. മൂലാധാരത്തിൻ്റെ നിറം എന്ന് പറയുമ്പോൾ റെഡ് കളറാണ്, ചുമല കളറാണ്. ഞാൻ ചുരുങ്ങിയ രീതിയിലാണ് പറഞ്ഞു പോകുന്നത്, ടച്ച് ചെയ്താൽ പോകുന്നത്. അപ്പോൾ റെഡ് കളറുമായിട്ട് ബന്ധപ്പെട്ട കല്ലാണ് ഈ രത്നങ്ങളാണ് നമ്മൾ ഈ 7 ചക്ര ബാൻഡുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 7 ചക്ര ബാൻഡുകൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്ന 7 ചക്ര ബാൻഡുകൾ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ റൂട്ട് ചക്രയായിട്ട് ബന്ധപ്പെട്ട് റെഡ് ജാസ്പർ എന്ന് പറയുന്ന കല്ല് അതിനകത്ത് മിക്കവാറും വരാറുണ്ട്. റെഡ് ടർമലൈൻ, അങ്ങനെ വിവിധ കല്ലുകൾ. ചിലപ്പോൾ ബാൻഡുകൾ വരുന്നത് റെഡ് ജാസ്പർ തന്നെ ആയിരിക്കണമെന്നില്ല. ആ റെഡ് എനർജി തരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺസ് ഉണ്ട്. റെഡ് ടർമലൈൻ ഉണ്ട്, റെഡ് ഗേറ്റ് ഉണ്ട്, അങ്ങനെ ധാരാളം കല്ലുകളുണ്ട്. അത് ആ 7 ചക്രയിലുണ്ട്. അപ്പം ആ കല്ലുകൾ, ഈ ചക്രാസിൻ്റെ നിറവും ഈ കല്ലുകളുടെ നിറവും തമ്മിലുള്ള ആ പരസ്പര ബന്ധം ആ ചക്രയ്ക്ക് ഊർജം നൽകുന്നു. അത് മാത്രമല്ല, നമ്മൾ ബ്രീത്തിങ്ങും എല്ലാം അതിൻ്റെ കൂടെ ചെയ്യുമ്പോഴാണ് ഇത് പൂർണ്ണമാകുന്നത്. എനിക്ക് തോന്നുന്നു മെഡിറ്റേഷൻസ് ഒക്കെ ഇതിന് ഭയങ്കര ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മെഡിറ്റേഷനേ ഉള്ളൂ ഇതിന് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. സാധാരണ രീതിയിലുള്ള എക്സസൈസുകളൊന്നുമല്ല. ശരിക്കും ശ്വാസഗതി നല്ല ആൾക്കാരിൽ നിന്ന് തന്നെ ഇത് പഠിച്ച് ചെയ്യണം. യോഗ, മെഡിറ്റേഷൻ കൊണ്ട്, കോൺസെൻട്രേഷൻ കൊണ്ടും, ശ്വാസത്തെ ശ്രദ്ധിക്കുന്നത് കൊണ്ടും, പ്രാണായാമമൊക്കെ ചെയ്യുകയും അതുപോലെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് നന്നായിട്ടത്
ആക്റ്റീവാക്കി ആക്റ്റീവ് ആകണം. ഓരോ ചക്രകളും ആക്റ്റീവ് ആകുന്നതോടുകൂടി തന്നെ മനുഷ്യൻ്റെ സ്റ്റേജേ വ്യത്യാസം വരുമോ. അവൻ്റെ മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ട് എല്ലാ തലങ്ങളെയും ഇത് മാറ്റിമറിക്കും പിന്നെ ആ ചക്രാസിൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങളാണ്, മനുഷ്യന് ഊർജ്ജം തരുന്നതാണ് ചക്രകൾ. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ശരിക്കും അത് പഠിക്കേണ്ടതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു കളറുണ്ട്. ഈ കളറുമായിട്ടാണ് ഈ ബാൻസുകൾ കണക്റ്റഡ് ആകുന്നത്. ഇപ്പം സാറ് പറഞ്ഞ പോലെ അതിൽ ആദ്യം വരുന്ന ആ ഒരു ചക്രം എന്ന് പറയുന്നത് സാറ് പറയുന്നു ഈ റൂട്ട് ചക്ര, മൂലാധാരം. അത് ഒരു വ്യക്തിനെ എനിക്ക് തോന്നുന്നു ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തി നിലനിർത്തുക. അത് ശരീരം മാത്രമല്ല, മനസ്സും ആത്മാവും എല്ലാമായിട്ട് ഭൂമിയുടെ ഊർജ്ജമായിട്ട് കണക്ട് ചെയ്യുക അത് ചെയ്യുന്നത്. മനുഷ്യനെയും ആ പ്രകൃതിയെയും ഭൂമിയായിട്ട് അതിനെ ബന്ധിക്കും. അതിൻ്റെ കളർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന റെഡ് എനർജി എന്ന് പറയുന്നത് അല്ലേ. റെഡ് കളറിലുള്ള സ്റ്റോൺസുകൾ, അത് എനിക്ക് തോന്നുന്നു ഈ സ്റ്റോൺസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് വലിപ്പത്തിൽ ഉപയോഗിക്കുന്നതാണോ നല്ലത്, അത് ചെറിയ സ്റ്റോണുകളാണ്? സെമി പ്രീഷ്യസ് സ്റ്റോൺസ് അല്ലെങ്കിൽ ടെമ്പിൾഡ് സ്റ്റോൺസ് എന്ന് പറയും. ടെമ്പിൾഡ് സ്റ്റോൺസ് എന്നതിന് പറയുന്നത്. അപ്പോൾ അത് ടെമ്പിളിലായിട്ട് ചിലപ്പോൾ വലിപ്പം കാണും. അതിന് ആ ക്രിസ്റ്റൽസ് നാച്ചുറലാണ്, അതിനെ ഉരുട്ടി കട്ട് ചെയ്ത് ഒരു കബോഷൻ പോലത്തെ ഒരു കട്ടിങ്ങിൽ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഈ കല്ലുകൾ. അതിനെയാണ് നമ്മൾ ഈ ടെമ്പിൾഡ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത് ഈ ഓരോ രത്നങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു എനർജി ഉണ്ട്. അതാണ് രത്നങ്ങളും മനുഷ്യനുമായിട്ടുള്ള ബന്ധം. ആ നിറമാണ്. ആ നിറം നമുക്ക് ഊർജ്ജ കേന്ദ്രങ്ങളുമായിട്ടുള്ള നിറങ്ങളാണുള്ളത്. 7 ചക്രാസിനും 7 ചക്രയ്ക്കും 7 തരത്തിലുള്ള നിറങ്ങളാണ് ഉള്ളത്. ഓക്കെ. അത് നമ്മൾ നോക്കിയാൽ ആ മനുഷ്യ ശരീരവും ഈ ചക്രാസിൻ്റെ ഒക്കെ പടങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ നിറങ്ങളൊക്കെ അതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നതായിട്ട് ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ. ഈ ഒന്ന് ആദ്യത്തെ ചക്രം എന്ന് പറയുന്നത് ഈ പറയുന്ന റൂട്ട് ചക്ര, അതിൻ്റെ കളർ തന്നെ വരുന്നത് റെഡാണ്. മനുഷ്യനെ ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തി നിർത്തുന്ന ഒരു ചക്രം. എനിക്ക് തോന്നുന്നു ഒരു വ്യക്തിക്ക് ഭൂമിയായിട്ട് ബന്ധപ്പെടുത്തി നിർത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഗ്രൗണ്ടിങ് ആണ്, അവനൊരു സ്റ്റെബിലിറ്റി അല്ലേ, ഒരു ഉറപ്പ് തരുന്ന ഒരു ഉറപ്പ്, ഒരു നിലനിൽപ്പെന്നും വേണം അതിന് പറയാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ആ ഒരു വാക്യചക്രങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതൊരു ബ്രേക്കിന് ശേഷം നമുക്ക് തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ 7 ചക്രാസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ആദ്യത്തെ ചക്രയായ റൂട്ട് ചക്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനുശേഷം വരുന്നത് രണ്ടാമത്തെ ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മൂലാധാരം കഴിഞ്ഞിട്ട് സ്വാധിഷ്ഠാനം, നമുക്കതിന് ചക്ര എന്ന് പറയുന്നത്. അത് നമ്മളുടെ ശരിക്കും അത് മനുഷ്യ ശരീരത്തിലെ ജനനേന്ദ്രിയത്തിന് തൊട്ട് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അത് സെക്ഷൽ ഓർഗൻസും കിഡ്നിയൊക്കെ ആയിട്ടാണ് അതിന് കണക്ഷൻസ് കൂടുതലുള്ളത്. അപ്പം അതിനെ ഊർജപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വാധിഷ്ഠാനം ശരിക്കും നമ്മളുടെ ഊർജ കേന്ദ്രത്തിലെ ഒരു പ്രധാന കേന്ദ്രമാണ്. അതെ അതെ. മനുഷ്യൻ്റെ ഉൽപാദന ശേഷി, അവൻ്റെ ശാരീരികമായിട്ടും അവൻ്റെ ലവ്, അഫെക്ഷന്, നമ്മുടെ ആഗ്രഹങ്ങൾ, പ്ലഷർ, കിഡ്നി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, പ്രഷർ എല്ലാം ഉണ്ട്. ഈ ചക്രയൊക്കെ ശരിക്കും ബ്ലോക്കായി പോയെങ്കിൽ സ്വാധിഷ്ഠാനം, ഈ മൂലാധാരം ബ്ലോക്കായി, എല്ലാം ബ്ലോക്കായി. കാരണം ആ സെൻറ്ററിൽ നിന്ന് എല്ലാം പോയി, കണക്ഷൻ വിട്ടു. ഇപ്പോൾ സ്വാധിഷ്ഠാനമാണ് ബ്ലോക്ക് ആകുന്നെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് ആയിട്ട് തോന്നും, ഫീൽ ചെയ്യും. അപ്പോൾ ഇത് നമുക്കെപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത് ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആ ഒരു ഫീലിങ്സും അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലായിരിക്കും നമ്മളെപ്പോഴും ഉണ്ടാകുക. അത് ആ പ്രാണായാമം ചെയ്യുന്നത് കൂടി ദിവസവും അത് ചെയ്യുന്ന ആൾക്കാരിൽ വളരെയധികം ഊർജ്ജം, അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അത് മനസ്സിലാവും. അവരുടെ ഒരു കണ്ണിൻ്റെയൊക്കെ ഒരു അവസ്ഥയൊക്കെ അങ്ങ് മാറും. ഇത് നന്നായിട്ട് ഒരു ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഒരു മാറ്റം ശീലിക്കണം. കോൺസെൻട്രേറ്റ് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ശ്വാസഗതിയെ ശ്രദ്ധിച്ച് ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരുപാട് കേന്ദ്രങ്ങളിപ്പോൾ ഉണ്ട്. നല്ല നല്ല കേന്ദ്രങ്ങൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന സ്വാധിഷ്ഠാന ചക്രയുടെ ഒരു കളർ ഏതാണ്? ഓറഞ്ച് കളറാണ്. ഓറഞ്ചാണ് അതിൻ്റെ കളർ. അപ്പം നമുക്ക് റെഡ്, കർണേലിയൻ ഇങ്ങനെയുള്ള സ്റ്റോണുകൾ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഒരു വലിപ്പം വേണം, അല്ലെങ്കിൽ അതിനകത്തൊരു സുഖമില്ല.
നമ്മൾ ഈ പറഞ്ഞ പോലെ ടെമ്പിൾഡ് ആയിട്ടുള്ള കുറച്ച് വലുപ്പത്തിലുള്ള രത്നങ്ങൾ തന്നെ നമ്മൾ യൂസ് ചെയ്തു പോകാം. അപ്പോൾ നമുക്ക് മൂലാധാര ചക്ര കഴിഞ്ഞു സ്വാധിഷ്ഠാനം, അത് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ചക്ര ഏതാണ്? നമുക്ക് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. നമ്മുടെ സോളാർ, അത് തന്നെ സോളാർ പ്ലെക്സസ് എന്ന് പറയുന്ന ചക്രം. അത് ശരിക്കും നമ്മുടെ നമ്മുടെ ആ പൊക്കിളിൻ്റെ താഴെയായിട്ട് അത് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്കും ആത്മവിശ്വാസവും സെൽഫ് കോൺഫിഡൻസ്, ഇൻറ്റ്യൂഷൻസ് എന്നാ വരാൻ പോകുന്നതെന്നൊക്കെ ഉള്ള ഒരു ഇൻറ്റ്യൂഷൻ നമുക്ക് തോന്നൽ കിട്ടുമല്ലോ. നമുക്ക് ഇന്ന് അങ്ങോട്ട് പോകണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും സംഗതികളുണ്ടെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നതൊക്കെ ഇതിലാണ്. അത് നമുക്കൊരു തീരുമാനം, ഒരു ആക്ഷനൊക്കെ എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു നിയന്ത്രണത്തിനൊക്കെ ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയിരിക്കും ഈ ഒരു. അത് തന്നെ, അത് ഈ ചക്രം നല്ല ആക്റ്റീവ് ആണെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം വരും. ഇതില്ലെങ്കിലോ ഇതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കട്ടായി നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് പോവും, സെൽഫ് എസ്റ്റീം പോവും, അതെല്ലാം അങ്ങ് ഡൗൺ ആയി പോവും. ഇതിന് വരുന്ന കളർ യെല്ലോ ഷെയ്ഡാണ്. യെല്ലോ സിട്ടിൻ പോലത്തെ യെല്ലോ കോട്ട്സ് ഒക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാനായിട്ട്. അതെ, അങ്ങനെയുള്ള കല്ലുകൾ സെമി പ്രീഷ്യസ് കല്ലുകളാണ് ഇതിന് ബാൻഡിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കുകയും നമ്മൾ ഇത് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഡിഫറൻസ് വരും. ക്രിസ്റ്റൽ ഹീലിങ്ങിന് ഉപയോഗിക്കുന്ന കല്ലുകളായത്. ക്രിസ്റ്റൽ ഹീലിംഗ് അത് കാണല്ലോ, ചക്രാസ് ഹീൽ ചെയ്യാണല്ലോ ഹീലിങ്ങിൽ നിൽക്കുന്നത്. അതിനൊക്കെയുള്ള വലിയ ക്രിസ്റ്റൽസുകളുണ്ട്. ഇതിൻ്റെ എല്ലാം വലിയ ക്രിസ്റ്റൽസുകളുണ്ട് ഹീലിംഗുകാർ ഉപയോഗിക്കുന്ന ഉണ്ട്. അതൊക്കെ ഇട്ടിട്ടാണ് ഇത് ഹീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ 7 ചക്ര ബാൻഡുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹീലിംഗ് സ്റ്റോൺസ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഹീലിംഗ് തെറാപ്പികളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം ഭയങ്കരമായിട്ട് ഒരു പോപ്പുലറായി വരുന്ന ഒരു സമയമാണ്. ആൾക്കാർ ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളുടെ ദൈനംദിന ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്സും ഇപ്പോൾ കൂടുതലുണ്ട്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, അടുത്ത കാലത്തൊക്കെ വരുന്ന വാർത്തകൾ നമ്മൾ പേപ്പർ പോലും ഞാനിപ്പം വായിക്കാറില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു, അപ്പോൾ ഒരു അടുക്കും ചിട്ടയില്ലാത്തൊരു ജീവിതം നയിക്കുന്ന ആൾക്കാർ, അടുക്കും ചിട്ടയില്ലാത്ത ജീവിതം നയിക്കുന്ന പേരൻസ്, ഇതൊക്കെ നമുക്ക് കണ്ട് കുട്ടികളിലൊക്കെ ഉണ്ടായിരിക്കുന്ന അക്രമമായ വാസനകളും കാര്യങ്ങളും ഒക്കെ വീട്ടിൽ തന്നെ നമുക്കൊരു സിസ്റ്റം ആദ്യമേ ഉണ്ടാക്കിയെടുക്കണം. അച്ഛനെയും അമ്മയും കണ്ട് അവർ പഠിക്കുന്നത്. അവരാണ് യഥാർത്ഥ ജഡ്ജസ്. അപ്പോൾ അതിലെ ആ ചെറുപ്പത്തിൽ നമ്മളും അതുപോലെ തന്നെ നിന്നാൽ പല കാര്യങ്ങൾക്കും വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമമൊക്കെ ആ ഒരു ലൈറ്റായിട്ട് ഓരോ ഏജ് അനുസരിച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ട് വന്ന്, അപ്പോൾ അവർക്കെല്ലാം പക്വതയും പാകതയും എല്ലാ കാര്യങ്ങളും ഒരു മെച്യൂരിറ്റി ഉണ്ടാവും. ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള കഴിവ് ഉണ്ടാവും. അപ്പം ഈ നമ്മൾ മൂന്നാമത്തെ ചക്ര മണിപൂരകം, ആ ഒരു ചക്രേനെ നമ്മൾ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഉത്തേജിപ്പിച്ച് നിർത്തുമ്പം വരുന്ന ബെനിഫിറ്റ്സുകളാണ്. വിൽ പവർ ആയിരിക്കും വിൽ പവർ നന്നായിട്ട് വരും. നമുക്ക് എല്ലാ കാര്യത്തിനകത്തും നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും. തീരുമാനങ്ങളും ആത്മനിയന്ത്രണവും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് ഈ ഒരു ചക്ര നമ്മളെ സഹായിക്കും. നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരെ പോലും നമുക്ക് കുറേശ്ശെ ഗൈഡ് ചെയ്യാൻ തുടങ്ങും ഈ ചക്രാസെല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള വളരെ പക്വതയോടുകൂടി ചെയ്യാനായിട്ട് പറ്റും, പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ആചാര്യന്മാരൊക്കെ ഉണ്ട്, അവർ വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്നത്. ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ഉള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ അതിന് വേറൊരു തല വരും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ മണിപ്പൂരകം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ആ ഒരു ചക്ര ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്, ഹാർട്ട് ചക്രയാണ്. അൺകണ്ടീഷണൽ ലവ്. അത് നമ്മുടെ ആ ഒരു പൊസിഷനൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഹാർട്ട് ചക്ര എന്ന് പറഞ്ഞാൽ ഹൃദയമായിട്ട് ചേർന്ന് ആ ഭാഗമല്ല, അത് നമ്മൾ ആ ഒരു മിഡിൽ പോർഷനായിട്ട് വരും. ആ നെഞ്ചിൻ്റെ ഒരു മിഡിൽ പോർഷനായിട്ട് ആണത് നിൽക്കുന്നത്. അത് ശരിക്കും നമ്മളെ തന്നെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ ആ ലവ് എക്സ്പ്രഷൻ അതാണ് മെയിനായിട്ടുള്ള കാര്യം. സ്നേഹവും ബന്ധങ്ങളും എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഹാർട്ട് ചക്ര പേര് പോലെ തന്നെ ആണ്, ഹൃദയം തന്നെയാണത്. അതിൻ്റെ കളർ ഏതായിരിക്കും വരിക? അതിൻ്റെ കളർ വരും ഗ്രീൻ കളറാണ് വരുന്നത്. പച്ച കളർ. അതിൻ്റെ ആ സിഗ്നൽ തന്നെ അത് തന്നെയാണ്. ആ ഒരു കളറിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് ഗ്രീൻ ഒനിക്സ്, ഗ്രീൻ അവെഞ്ചുറൈന്, ജെയ്ഡ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ടർമലൈൻ ഉണ്ട്, ഗ്രീൻ അക്വാമറൈൻ ഉണ്ട്.
അതെല്ലാം നമുക്ക് ഈ ഒരു ആക്ടിവേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന. ഇപ്പം സാർ പറഞ്ഞു ഈ ഹേർട്ട് ചക്ര എന്ന് പറയുന്നത് സ്നേഹവും ബന്ധങ്ങളൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മതി. നമുക്ക് ഡിറ്റാച്ച്മെൻ്റ് ആവും, നമുക്ക് ലൈഫിൽ യാതൊരു അർത്ഥവും മീനിങ് ഇല്ലാതെ പോകും, നമ്മൾ ഒറ്റപ്പെട്ടു പോകും, ഐസൊലേഷനാണ് സംഭവിക്കുന്നത്. ഹേർട്ട് ചക്ര പോയാൽ ഐസൊലേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണർത്തി കൊണ്ടുവരണം. നമ്മൾ ഈ തിരക്ക് ജീവിതത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ അവസാനം ഒരു സമയത്ത് നമ്മൾ ഒരുപാട് സഫർ ചെയ്താണ് പോകുന്നത്. ശരീരത്തിനും മനസ്സിനും വേണ്ടി കുറച്ച് സമയം എന്ന് പറഞ്ഞതുപോലെ ശാരീരികമായി ഫിസിക്കൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫിസിക്കൽ ആയിട്ടുള്ള എനർജി, കാരണം എനർജി ലെവൽ നമുക്ക് നന്നായിട്ടുണ്ടാവും ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഫിസിക്കൽ എക്സസൈസും ഇതിനകത്ത് ബാധകമാണ്. അപ്പോൾ ശരീരവും മനസ്സും ആ ഊർജത്തിൻ്റെ ലെവലും കറക്റ്റ് കൺട്രോളിലായിട്ട് നിൽക്കും. ഈ ബാലൻസ് ഉപയോഗിക്കുമ്പോൾ അത് വളരെ ബാലൻസ് ചെയ്യും, ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളെ ഒന്ന് സഹായിക്കും. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ബാക്കി ചക്രകളെ കുറിച്ച് നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ 7 ചക്രാസിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു 4, 5 ഇതിലേക്ക് നമ്മൾ വന്നു. ഇനിയിപ്പം അടുത്ത ഇതിലേക്ക് നമ്മൾ ഏതിലേക്കാണ് കടക്കുക? വിശുദ്ധി. ത്രോട്ട് ചക്ര, തൊണ്ട ചക്രം തന്നെ അതിൻ്റെ പേര്. കമ്മ്യൂണിക്കേഷന് നമ്മുടെ ഫ്ലുവൻസി ഇൻ സ്പീച്ച്, ഫ്ലുവൻസിയെ, സംസാരം, മറ്റുള്ളവർ നന്നായിട്ട് ത്രോട്ട് ചക്രയൊക്കെ നിൽക്കുന്നവർ നന്നായിട്ട് സംസാരിച്ച് മറ്റുള്ളവരെ തന്നെ മറ്റുള്ളവരെ ഒരു ചേഞ്ച് കൊടുക്കാനും. അപ്പം ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സെൽഫിഷ്നെസ് ഒക്കെ നമ്മുടെ മാറിപ്പോവും. അതിലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാവും. എല്ലാവർക്കും ഡിവിഷൻ ചെയ്തെല്ലാം കൊടുക്കുക, മുന്നോട്ട് പോവുക, ഇത്രയൊക്കെ ഇതിനകത്ത് കാര്യങ്ങളുള്ളതെന്നുള്ളതിനെ കുറിച്ചുള്ള വേറൊരു ലെവലിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുന്നില്ല. നമ്മൾ മറ്റേത് ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുക, നമുക്ക് ചുറ്റും ഉള്ളതൊക്കെ തന്നെ നമ്മൾ വലിയ കാര്യങ്ങളായിട്ട് ചിന്തിക്കുക. നമ്മൾ ഓരോ ചക്രാസം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ആ ലെവൽ മാറി. ഇപ്പം നമ്മൾ 4ാമത്തെ 5ാമത്തെ ലെവലിലേക്ക് നോക്കുമ്പോൾ നമ്മൾ താഴോട്ടാണ് നോക്കുക. അപ്പോൾ എല്ലാം ചെറുതായിട്ട് തോന്നും, ഇതിനകത്തൊന്നും വലിയ കാര്യങ്ങളില്ല. നമ്മുടെ ആ ഒരു ചിന്തയുടെ ആ ലെവൽ തന്നെ മാറും. പിന്നെ ഇതിലേക്ക് വരുമ്പം കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ സംസാരം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരായിട്ടുള്ള ആ ഒരു ഇടപെടൽ, ഇൻട്രാക്ഷൻസ് ഒക്കെ ആയിരിക്കും മെയിനായിട്ട് ഇതിൽ വരിക. ചിലപ്പം ആ വ്യക്തി തന്നെ സത്യങ്ങൾ അല്ലെങ്കിൽ ഇതെല്ലാം സംസാരിക്കുക മാത്രമല്ല, ഈ സത്യത്തിന് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പ്, സത്യത്തിന് വേണ്ടിയുള്ള സംസാരം, അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് കാണേണ്ടത്. ഇതിലെല്ലാം ഈ ചക്രാസ് എല്ലാം അതുപോലത്തെ ഡിവിനിറ്റിയും കൂടി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് മതങ്ങളോ ഒന്നും ഇതിനകത്ത് ഇല്ല, വിഷയങ്ങളില്ല. ഇതെല്ലാ മനുഷ്യരിലും ഇത് ഉള്ളതാണ്, ഇൻബിൽട്ടാണ്. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്റ്റേജസിലേക്ക് നമ്മൾ വളർന്നു വരുന്നത്. ഇതിൻ്റെ കളർ ഏതായിരിക്കും? ഈ പറയുന്ന ത്രോട്ട് ചക്ര വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ബ്ലൂ കളറാണ് വരുന്നത്. ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് ലാപ്പിസ് ലസൂലിയൊക്കെ ഇതിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലുള്ള അയോലൈറ്റ്, ഇങ്ങനെയുള്ള കല്ലുകളൊക്കെ ബ്ലൂ കളറുകളുള്ള എല്ലാ കല്ലുകളും നമുക്ക് ബ്ലൂ ഷെയ്ഡിലുള്ള എല്ലാ കല്ലുകളും ഇതിനകത്ത് ഉപയോഗിക്കാം. ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ത്രോട്ട് ചക്ര കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന 6ാമത്തെ ഏതാണ്? നമുക്ക് ആജ്ഞാചക്രം, തേടൈ, നമ്മുടെ തൃക്കണ്ണ്, 2 പുരിയത്തിൻ്റെ ഇടയിൽ വരുന്നത്. അതാണ് അത് വളരെ നമ്മുടെ 6th സെൻസൊക്കെ എന്നൊക്കെ പറയല്ലേ, അത് വേറൊരു ലെവലാണ്, നോളജാണ്. ആത്മജ്ഞാനം മാത്രമല്ല, ഈ ഭൗതിക ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ്. തേടൈ ഉണർന്ന് നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അത് വേറൊരു സ്റ്റേജാണ്. അത് ആ ഒരു കോസ്മിക് വിഷനൊക്കെ കോസ്മിക് വിഷൻ അവർക്കുണ്ടാകും. അവർ എന്ത് മനസ്സിൽ വിചാരിക്കുന്നോ അതായിരിക്കും അവർ സാധിക്കുന്നത്. അതായത് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജസ് അങ്ങോട്ട് ആ വ്യക്തിയുടെ അങ്ങോട്ട് മാറുമല്ലേ? മാറുക അവരുടെ സ്റ്റേജേ മാറുക. നമുക്ക് വേറെ ലെവൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിലേ നമ്മളിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വരുവാണ് ആജ്ഞാചക്രം. നമ്മൾ കമാൻഡിങ് കൂടെ, അത് ആജ്ഞ എന്ന് അതിനകത്ത് പറയുന്നത്. കമാൻഡ് ചെയ്താൽ സംഭവം വരും.
എന്ന് പറഞ്ഞ പോലുള്ള ഇതിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അതുപോലെയുള്ള ഈ പറയുന്ന ബ്രീത്തിങ് എക്സസൈസും മെഡിറ്റേഷൻസും പ്രാണായാമവും ഒക്കെ നമ്മൾ പരിശീലിച്ചിട്ടില്ലേ നമുക്ക് ഇതിലേക്ക് എത്തിപ്പെടാനായിട്ട് പറ്റുള്ളൂ. നിരന്തരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വരണം. ഇത് കുറച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യണം. പക്ഷെ ഒരു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഒരു പാർട്ട് ആൻഡ് പാഴ്സൽ പോലെ ആകും. ഇതില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിപ്പെടും. ഈ തേർഡ് ഐ ചക്ര അതിൻ്റെ കളറ് ഏതാണ് വരിക? അത് ഈ ഒരു ഇൻഡിഗോ കളറാണ് വരുന്നത്. ഇൻഡിഗോ കളറാണ്. ഇപ്പോൾ നമുക്ക് സ്റ്റോൺസ് നമുക്ക് ബ്ലൂ കളറിലുള്ള സ്റ്റോൺസുകൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളേർഡ് സ്റ്റോൺസ് ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. കൈനൈറ്റ് പോലുള്ളത് ഉണ്ട്, ടാൻസനൈറ്റ് ഉണ്ട്. ഈ ടർക്കോയിസ് നമുക്ക് അതിനെ യൂസ് ചെയ്യാം. ടർക്കോയിസ് നമുക്ക് ഉപയോഗിക്കാം, ഒരു ബ്ലൂ ഷെയ്ഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്നുള്ളൂ. അതാണ്. അപ്പോൾ ആ നിറങ്ങളും ഈ കല്ലുകളും മനുഷ്യൻ്റെ ഊർജ്ജമായിട്ട് കണക്റ്റഡ്. അതാണ് ഈ 7 ചക്രാസിൻ്റെ ഗുണം. 7 ചക്ര ബാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ 7 ചക്ര ബാൻഡ്സിനൊക്കെ വളരെ എക്സ്പെൻസീവ് ഒന്നുമല്ല, പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അത് മാത്രം ധരിച്ച് നമ്മൾ മുന്നോട്ട് പോകാതെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് നമ്മൾ ബ്രീത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു മെഡിറ്റേഷൻ ലെവലിലും നിൽക്കണമെന്നാണ് പറയുന്നത്, ആചാര്യന്മാർ പറയുന്നത്. എനിക്ക് തോന്നുന്നു തേർഡ് ഐ ചക്ര കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം നമുക്കിത് ഈ 5th ചക്ര ഒക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ തേർഡ് ഐ ഒക്കെ നമുക്ക് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു വിഷനും കാണത്തില്ല. ഒന്നിനെക്കുറിച്ച് നമുക്ക് അങ്ങോട്ട് എല്ലാത്തിനും ഒരു ബ്ലോക്ക് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നെ ബ്ലോക്കായിരിക്കും, ബ്ലോക്കേജ് ആയിരിക്കും. ശരിക്കും തലവേദന പോലത്തെ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവും. ശരിക്കും ഒരു ചൈതന്യം അത്. ഇപ്പം എനിക്ക് തോന്നുന്നു അതിനുശേഷം നമ്മൾ അവസാനത്തെ ചക്രയായ 7th ചക്ര, സഹസ്രാര ചക്രം, ഇംഗ്ലീഷിൽ നമുക്ക് ക്രൗൺ ചക്ര എന്ന് പറയുന്ന ആ പേര് പോലെ തന്നെ ക്രൗൺ ചക്ര. അത് ആ റൂട്ട് ചക്ര മുതൽ ഓരോ ചക്രകളും കടന്ന് അവസാനം കുണ്ടലിനി ശക്തി എത്തിപ്പെടുന്ന ഇതാണ്. പക്ഷെ അത് സാധാരണ മനുഷ്യനെ കൊണ്ട് അവർക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി ഇതാണ്. അതൊരു ഡിവിനിറ്റി, ഡിവൈനായിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷനും ട്രാൻസ്ഫോർമേഷനും എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റേജാണ്. അത് സ്റ്റേജിലൊക്കെ എത്തിയ ഒരുപാട് ആൾക്കാർ ഉണ്ട്. അതാണ് ആ ചക്രയൊക്കെ ലാസ്റ്റ് വരെ അതും വരെ ഒക്കെ എത്തുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം, ശ്രമകരമായിട്ടുള്ള വളരെ ശ്രമകരം. അതിന് വരുന്ന കളർ ഏതായിരിക്കും? അത് ശരി, വയലറ്റ് കളറാണ്. കണ്ടിട്ടില്ല ഞാൻ. അതിന് നമുക്ക് അമെത്തിസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോണാണ് ഏറ്റവും ബെസ്റ്റ്. അമെത്തിസ്റ്റിൻ്റെ സിമ്പിൾ ബാൻഡുകൾ കിട്ടും, അമെത്തിസ്റ്റ് മാത്രമുള്ള ബാൻഡുകൾ. അതൊക്കെ തന്നെയും ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അല്ലേ? ആ ചൈതന്യം, അത് ആത്മചൈതന്യം, ബ്ലൂ കളർ, വയലറ്റ് കളർ ആണത്. അത് ആ ഒരു ഡിവിനിറ്റിയുടെ ഒരു പ്രതീകമാണത്. അമെത്തിസ്റ്റിനെ കുറിച്ച് തന്നെ നമുക്ക് ഒരുപാട് സംസാരിക്കാനായിട്ടുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ ഊർജ്ജ കേന്ദ്രങ്ങൾ നമുക്ക് ഡീപ്പ് ബ്രീത്തിങ്, പ്രാണായാമം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഉണർത്തിയെടുക്കേണ്ട ഉണർത്തിയെടുക്കുക. വലിയ ഒരു ഹയർ ലെവലിലോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള ജീവിതത്തിന് ഈ ചക്രാസ് ബാലൻസ് കൊണ്ട് നമ്മൾ വളരെ ഹെൽത്തി ആയിരിക്കും. അതായത് ഒരു വ്യക്തിക്ക് അവൻ്റെ ഒരു ശാരീരികവും മാനസികവും സമൂഹത്തോടുള്ള വേറൊരു അപ്രോച്ചും ആയിരിക്കും. നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് പല ഇൻഡ്യൂഷൻസും നമുക്ക് കിട്ടും. നമുക്ക് എല്ലാത്തിനെയും ഒരു പുതിയ കണ്ണിലൂടെ നോക്കി കാണാനായിട്ട് ആ വിഷൻ തന്നെ നമ്മളെ മാറിക്കിട്ടും. അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ 7 ചക്ര ബാൻഡുകൾ, അല്ലെങ്കിൽ അതിൻ്റെ 7 ചക്ര ട്രീസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ബാൻഡുകൾ, 7 ചക്ര ബാൻഡ് എന്ന് പറഞ്ഞ പോലെ നമുക്കിത് ഈ യെല്ലോ കളറിലുള്ള യെല്ലോ കോട്ട്സ് ബാൻഡുകൾ സെപ്പറേറ്റ് കിട്ടും. അതൊക്കെ ടൈഗർ ഐ ബാൻഡ്സുകൾ കിട്ടും, ബ്ലാക്ക് ഒബ്സിഡിയൻ ബാൻഡുകൾ കിട്ടും, അമെത്തിസ്റ്റ് കിട്ടും, ലാപ്പിസ് ലസൂലി ബാൻഡുകൾ കിട്ടും. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് 7 ചക്രാസും അതിൻ്റെ കൂടെ ഈ സിമ്പിൾ ആയിട്ടുള്ള ബാൻഡുകളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആ നെഗറ്റിവിറ്റിയൊക്കെ ഒഴിവാക്കുക. പോസിറ്റീവ് വരണമെങ്കിൽ നെഗറ്റീവ് മാറണമല്ലോ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഈ 7 ചക്രാസിനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ ഒരു ആവശ്യപ്രകാരമുള്ള
അത്യാവശ്യം വിവരങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിച്ചു എന്നാണ് നമുക്ക് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് സാർ അമത്തീസ് എന്ന് പറഞ്ഞ രക്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നന്ദി, നമസ്കാരം.